ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സാഗറും മഞ്ജുവും ഒക്കെ ആണെങ്കിൽ കമലേശ്വരത്ത് കണ്ണനെ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെയാണ് ഇന്ന് അയ്യപ്പസ്വാമിമാർക്ക് ദർശനങ്ങളും എല്ലാം തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാഗറിനാണെങ്കിൽ ആ കമലേശ്വരം വീട്ടിലോട്ട് കയറാൻ തന്നെ നല്ല മടിയുണ്ടായിരുന്നു. കാരണം ദുർഗയ്ക്കൊന്നും കരുണയ്ക്കൊന്നും അവന് ഇഷ്ടമല്ല എന്നുള്ള കാര്യം സാഗറിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സാഗർ അവിടെ നിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞ് മഞ്ജുവിനോട് വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ അകത്തേക്ക് ഒറ്റയ്ക്ക് തന്നെയാണ് കയറി പോകുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, സാഗർ എവിടെ? അവൻ വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, സാഗരേട്ടൻ വന്നിട്ടുണ്ട്, പക്ഷേ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടമാവില്ല എന്നൊക്കെയാണ് സാഗരേട്ടൻ പറയുന്നതെന്നൊക്കെ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ ചെന്ന് അവനെ വിളിച്ചുകൊണ്ട് വാ, ഇത് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും വീടാണ്, ഇവിടെ ആരൊക്കെ വരണം ആരൊക്കെ വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്, അവർക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ പോലും അർഹതയില്ല, എന്നിട്ടാണ് അവരിവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്, അതൊന്നും നീ കാര്യമാക്കണ്ട, ചെന്ന് സാഗറിനെ കൊണ്ട് അകത്തോട്ടേക്ക് വാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദുർഗയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദുർഗ പറയുന്നുണ്ട്, എന്തിനാ ഇവന്മാരെയൊക്കെ വിളിച്ച് ഇങ്ങോട്ടേക്ക് കയറ്റുന്നത്, പുറത്ത് നിന്നാൽ പോരെ, അതും അയ്യപ്പസ്വാമിമാരൊക്കെ പുറത്താണല്ലോ നിൽക്കുന്നത്, എന്തിനാ ഇവരൊക്കെ ഇങ്ങോട്ട് അകത്തോട്ട് കയറുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദുർഗയ്ക്ക് തക്കതായ മറുപടി തന്നെ നമ്മുടെ കണ്ണൻ കൊടുക്കുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് വന്നവരാണ്, അവർ അകത്തോട്ടും കയറും, എവിടെ വേണമെങ്കിലും ഇവിടെ കയറും, കാരണം ഇത് എൻ്റെ വീടാണ്, എൻ്റെ ഭാര്യയുടെയും, ഞങ്ങളാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞങ്ങളല്ലേ നിങ്ങൾക്ക് ചിലവിന് പോലും തരുന്നത്, അപ്പോൾ ഞങ്ങൾ പറയുന്നത് നിങ്ങളും കൂടെ കേൾക്കണം, അതുകൊണ്ട് ഇവർ ആരൊക്കെ വരണം വരണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ മതി എന്ന് ഞാൻ പണ്ട് മുതലേ നിങ്ങളോട് പറഞ്ഞതിലെന്നൊക്കെ നമ്മുടെ കണ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട് ദേഷ്യത്തിലാണെങ്കിൽ. അപ്പോൾ മഹാലക്ഷ്മി ദുർഗയോട് പറയുന്നുണ്ട്, അമ്മയൊന്ന് വെറുതെ ഇരുന്നേ, അമ്മയ്ക്ക് എന്താ എല്ലാത്തിനും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നത്, കണ്ണനാണെങ്കിൽ ഇന്ന് നല്ലൊരു ദിവസമാണ്, ആ ദിവസം അമ്മയായിട്ട് കൊളാക്കാൻ പാടില്ല എന്നൊക്കെ മഹാലക്ഷ്മി ദുർഗയോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദുർഗയോട് ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്, സമയം ഒരുപാടായി, നമുക്ക് എന്തായാലും അയ്യപ്പസ്വാമിമാരുടെ ദർശനം തുടങ്ങാമല്ലേ കണ്ണൻ സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ നമുക്ക് തുടങ്ങാം എന്നുള്ള രീതിയിൽ അവരെല്ലാവരും കൂടെ പുറത്തോട്ട് അയ്യപ്പസ്വാമി വിഗ്രഹത്തിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് തന്നെ. അതേസമയമാണ് കരുണ അങ്ങോട്ടേക്ക് വരുന്നത്. കരുണ പറയുന്നുണ്ട്, അമ്മ എന്തിനമ്മേ ഇവരോടൊക്കെ ഉടക്കുണ്ടാക്കാൻ നിൽക്കുന്നത്, നമുക്ക് എന്തായാലും കിട്ടേണ്ട സാധനം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, പിന്നെ എന്തിനാണ് നമ്മളീ പേടിക്കുന്നത്, അവർക്കുള്ള പണിയൊക്കെ നമുക്ക് വഴിയേ കൊടുക്കാം, എന്തായാലും ഇന്ന് മേഘേട്ടൻ ഇവിടെ വരുമല്ലോ, അപ്പോൾ ഒരു കാര്യ തീരുമാനമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ കരുണ പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരി തന്നെയാണ്, അയ്യപ്പസ്വാമി വിഗ്രഹം ഇപ്പം നമ്മുടെ കയ്യിലാണ്, അത് നമ്മൾ പറയുന്ന പോലെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേടിയും പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ദുർഗയാണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട്, മോൾക്ക് ഇവിടെ എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം, മോള് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയൊന്നും വേണ്ട, അവിടെ ആരെങ്കിലും അപായപ്പെടുത്താൻ വേണ്ടി വന്നാലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ ആരും അപായപ്പെടുത്താനൊന്നും വരില്ല, കാരണം വരുന്നുണ്ടെങ്കിൽ തന്നെ അയാൾ തന്നെയായിരിക്കും ആ മേഘനാഥൻ, നിങ്ങളുടെ അനാഥരവൻ, നിങ്ങൾക്കിപ്പോഴും അവനോടാണ് സ്നേഹം, നിങ്ങളീ കാണിക്കുന്ന സ്നേഹമൊക്കെ അഭിനയമാണെന്നുള്ള കാര്യം എനിക്കറിയാം അമ്മയെന്നൊക്കെയാണ് മഞ്ജു ഇങ്ങനെ പറയുന്നത് തന്നെ. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, നിങ്ങളെന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മേഘനാഥനാണെങ്കിൽ നമ്മുടെ കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് പദ്ധതി തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ അവരുടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും ശരിയായി വന്നത്, അയ്യപ്പസ്വാമി അവരുടെ കൈവശം കിട്ടിയത് കൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ എന്ത് പറഞ്ഞാലും അയ്യപ്പസ്വാമി നടത്തി കൊടുക്കും, കാരണം ഭക്തിയോടെ ചെയ്താൽ എല്ലാ കാര്യങ്ങളും അയ്യപ്പസ്വാമി എല്ലാവർക്കും ചെയ്തു കൊടുക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ മേഘനാഥനാണെങ്കിൽ വാമനോട് പറയുന്നുണ്ട്, അയ്യപ്പസ്വാമി വിഗ്രഹം നമ്മുടെ കരുണമോള് എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും വെച്ചാൽ അതെനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ധൈര്യത്തോടെ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സീമന്തിരി പറയുന്നുണ്ട്, ആ അയ്യപ്പസ്വാമി വിഗ്രഹം കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വാമൻ പറയുന്നുണ്ട്, നിനക്കറിയില്ല അതിൻ്റെ ശക്തി, ആ ശക്തി ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കസേരയിൽ കിടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് വാമനാണെങ്കിൽ. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, അച്ഛൻ അവനെ ജീവിതത്തിൽ നിന്ന് വീഴ്ചയിൽ തന്നെ ആക്കി, എന്നാൽ ഞാൻ അവനെ ഇല്ലാതാക്കാൻ തന്നെയാണ് പോകുന്നത്, അവനെ ഇല്ലാതാക്കിയാൽ മഞ്ജുവിനെ എനിക്ക് കിട്ടും, കാരണം ആ സാഗറിൻ്റെ കരുത്തും ധൈര്യമൊക്കെ ഇപ്പോൾ കണ്ണനാണ്, കണ്ണനും മാർക്കോയാണ്, അതുകൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും ഇല്ലാതാക്കാനാണ് ഞാൻ ഇനി പോകുന്നത്, അവർ മലയ്ക്ക് മാലയിട്ട് ചവിട്ടാൻ വേണ്ടി പോകുന്ന ദിവസമാണിന്ന്, ഇന്ന് അവരുടെ കൂടെ ഞാനും ഉണ്ടാവും, എന്ത് വന്നാലും ശരി ഇന്ന് ഞാൻ എല്ലാ തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് തിരിച്ചു വരാൻ പോകുന്നത്, അച്ഛനും അമ്മയും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് മേഘനാഥൻ അവിടെ നിന്ന് ആ കണ്ണനൊപ്പം മലയ്ക്ക് ചവിട്ടാൻ വേണ്ടി മാലയിട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ വാമനോട് സീമന്തിരി പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ നടക്കുമോ വാമേട്ട? അപ്പോൾ സീമന്തിരിയോട് വാമൻ പറയുന്നുണ്ട്, നീ കണ്ടോ, അയ്യപ്പസ്വാമിയുടെ അത്രയും ധൈര്യവും അത്രയും ശക്തിയുള്ള ഒരാളും ഇവിടെ ഇല്ല, കാരണം ആ അയ്യപ്പസ്വാമി വിഗ്രഹം ഇപ്പം നമ്മുടെ കൈവശമാണുള്ളത്, അതെന്തായാലും നടപ്പിലാക്കിയിട്ടേ നമ്മുടെ മേഘൻ വരൂ എന്നൊക്കെ സീമന്തിരിയോട് വാമൻ പറയുന്നുണ്ട്.
കണ്ണനും കണ്ണൻ്റെ കൂട്ടാളികളും എല്ലാവരും തന്നെ മലയ്ക്ക് പോകാൻ വേണ്ടി ആ തലക്കെട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് തന്നെ തലയിൽ. അങ്ങനെ എല്ലാവരുടെ ദർശനം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആ അയ്യപ്പസ്വാമി വിഗ്രഹത്തിൻ്റെ അനുഗ്രഹത്താൽ മലയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ നമ്മുടെ മാർക്കോയോട് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, മാർക്കോ നീ ഉള്ളത് തന്നെയാണ് എൻ്റെ ഏറെ ധൈര്യം. എന്തായാലും കണ്ണേട്ടനെ നീ തിരിച്ചെത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കണ്ണേട്ടനെ നീ സൂക്ഷിക്കണേ മാർക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. മഹാലക്ഷ്മി ഒന്നും തന്നെ പേടിക്കണ്ട, കണ്ണൻ സാറിനെ ഞാൻ തിരിച്ചെത്തിച്ചിരിക്കും, അതും ആരോഗ്യവാനായിട്ട്. ആ അമ്മയെ ഞാൻ കണ്ട കാര്യം മാർക്കോയോട് പറഞ്ഞിരുന്നില്ലേ? ആ അമ്മ എന്നോട് പറഞ്ഞിരുന്നു, ശത്രുക്കൾ എന്തായാലും ചുറ്റും തന്നെയുണ്ട്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് മാർക്കോ ഞാൻ നിന്നോട് പറയുന്നത്. നീയും അവരും എല്ലാവരും തന്നെ വളരെയധികം തന്നെ സൂക്ഷിക്കണം. കാരണം നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ കാട്ടിൽ, വേറെ ആരും തന്നെ അവിടെ ഓടിയെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നീയാണ് ഇവരെയൊക്കെ രക്ഷകൻ എന്നൊക്കെയാണ് മാർക്കോയോട് മഹാലക്ഷ്മി പറയുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മേഘനാഥനാണെങ്കിൽ കരുണയെ വിളിക്കുന്നുണ്ട്. കരുണയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്തായാലും ആ അയ്യപ്പസ്വാമി വിഗ്രഹം നീ എനിക്കൊന്ന് തരണം, എന്നിട്ട് വേണം ആ കണ്ണൻ്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ, അവിടെ നിന്നാണ് ആ കണ്ണൻ എനിക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ അയ്യപ്പ വിഗ്രഹം വാങ്ങിയിട്ട് നമ്മുടെ കണ്ണനൊപ്പം പോവുകയാണ് നമ്മുടെ മേഘനാഥനാണെങ്കിൽ. അങ്ങനെ നമ്മുടെ മാർക്കോ ആണെങ്കിൽ ആ ഗുണ്ടകളുടെ കണ്ണിൽ പെടുന്നുണ്ട്. അങ്ങനെ മാർക്കോയെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് അവരെ നന്നായിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മാർക്കോയുടെ ഇടി കൊണ്ട് അവരൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് സത്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ മേഘനാഥനാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് അവിടെ നിന്ന് തന്നെ. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് മേഘനാഥനാണെങ്കിൽ അവിടെ പെട്ടുപോവുകയാണ്. പക്ഷേങ്കിൽ മേഘനാഥൻ്റെ കയ്യിൽ ആ അയ്യപ്പ വിഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ മേഘനാഥൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. കാരണം മേഘനാഥന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മേഘനാഥൻ ആ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ഇതുകൊണ്ട് തന്നെ മാർക്കോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് തന്നെ. അങ്ങനെ നമ്മുടെ പ്രതാപൻ്റെ അരികിലേക്കാണ് നമ്മുടെ മേഘനാഥൻ രക്ഷപ്പെട്ട് എത്തുന്നത്. അങ്ങനെ മേഘനാഥനോട് പ്രതാപൻ പറയുന്നുണ്ട്, ഈ അയ്യപ്പസ്വാമി വിഗ്രഹത്തിന് ഇത്രയേറെ ശക്തി ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ടാണ് അവൾക്ക് നമ്മൾ വെച്ച ഒരു കെണി പോലും ഇതുവരെയായിട്ടും ഏൽക്കാത്തത്. ഇനി എന്തായാലും ഈ അയ്യപ്പസ്വാമി വിഗ്രഹം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നതെന്നൊക്കെ നമ്മുടെ പ്രതാപൻ ഇങ്ങനെ മേഘനോട് പറയുന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു പ്രൊമോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.